ഇപ്പം നമുക്കൊരു 5,000 റുപ്പീസാണ് വീട്ടിൽ കറണ്ട് ബില്ല് വരുന്നത്. അതിന് ഇപ്പം നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ ഒന്ന് ചെറുതാക്കാൻ പറ്റുമായിരിക്കും? അത് നമുക്കിപ്പോൾ സാധാരണ ഈ 5,000 ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് സിംഗിൾ ഫേസ് കസ്റ്റമർ ആയിരിക്കും. നമുക്ക് 3 കിലോ വാട്ടാണ് നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യുന്നത്. നമുക്കൊരു 4,000 മുതൽ 5,000, 6,000 രൂപ വരെയുള്ള ബില്ല് നമുക്ക് 3 കിലോ വാട്ട് സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറോ ആക്കാൻ പറ്റും. അപ്പോൾ അത് ഏകദേശം ഒരു 2 ലക്ഷം മുതൽ 2.5 ലക്ഷം രൂപയാണ് അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്, ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രോഡക്റ്റ് ക്വാളിറ്റി ആൻഡ് സ്പെസിഫിക്കേഷൻ. സോളാർ വെക്കാനുണ്ടായ ഒരു കാരണം എന്താണ്? അത് ഞങ്ങൾക്ക് 3,500 രൂപ 4,000 രൂപ കറണ്ട് ചാർജ് വരും. അതുകൊണ്ട് ഞങ്ങളിത് വെക്കണമെന്ന് തീരുമാനിച്ചു വെച്ചത്. റിനർജിയെ പറ്റിയിട്ട് എങ്ങനെയാണ് അറിഞ്ഞത്? എങ്ങനെയാണ്? നമ്മൾ നമ്മുടെ വീട്ടിൽ അടുത്തുള്ള ആളാണ്, അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി നോക്കി സംസാരിച്ചിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അതിനുശേഷം വെച്ചത്. ഇപ്പം എങ്ങനെയുണ്ടാമേ കറണ്ട് ബില്ല്? ഇപ്പം എങ്ങനെ? കറണ്ട് ബില്ല് ഞങ്ങൾക്കിപ്പം 220 രൂപ ഈ മാസം വന്നത്. ആക്ച്വലി നമ്മുടെ കരുനാഗപ്പള്ളി ഫ്രാഞ്ചൈസി വഴിയാണ് ഇവിടെ നമ്മൾ പ്ലാന്റ് വെച്ചിരിക്കുന്നത്. ഏകദേശം മാഡം പറഞ്ഞതുപോലെ 3,500, 4,000 രൂപയാണ് ഇലക്ട്രിസിറ്റി ബില്ല് വന്നിട്ടുള്ളത്. ഇപ്പം 200-210 രൂപയാണ്. അത് 3 ഫേസ് കണക്ഷൻ ആയതുകൊണ്ട് മിനിമം ചാർജ് മാത്രമാണ് വരും. കഴിഞ്ഞ ഒരു 3 മാസത്തിന് മുമ്പാണ് നമ്മളിവിടെ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തത്. സക്സസ്ഫുള്ളി റൺ ചെയ്യുവാണ്. ഇത് നമ്മളെ പോലെ സാധാരണക്കാർക്ക് എങ്ങനെയായിരിക്കും യൂസ്ഫുൾ ആവുന്നത് ഒന്ന് പറഞ്ഞു കൊടുക്കാം? ആക്ച്വലി ഇതിപ്പോൾ നമുക്ക് ഈ 3 കിലോ വാട്ട് സോളാർ പവർ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു 5,000-6,000 രൂപയുടെ ബില്ല് നമുക്ക് സീറാവും. അപ്പം നിങ്ങൾ തന്നെ ചോദിക്കും, ഒരു 1,000 രൂപ ബില്ല് വരുന്ന കസ്റ്റമറിന് എങ്ങനെയാണ് നമുക്ക് സോളാർ വെക്കുന്നത്? അപ്പോൾ അവർക്ക് ലാഭകരമാണ്. ഉദാഹരണത്തിന് നമുക്ക് സോളാർ വെക്കുന്നത് കൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് മാത്രമല്ല സേവ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് പാചകവാതകം സേവ് ചെയ്യാം, അതിനൊക്കെ വെഹിക്കിൾ ഫ്യൂവൽ, ഇന്ധനത്തിൻ്റെ ഫ്യൂവൽ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പം വീട്ടിൽ മിനിമം ഒരു മാസം ഒരു കുറ്റി ഗ്യാസെങ്കിലും യൂസ് ചെയ്യാത്ത കസ്റ്റമേഴ്സ് കാണില്ല, വളരെ കുറവായിരിക്കും. അവർക്ക് തന്നെ 1,000 രൂപയോളം ഗ്യാസിൻ്റെ കണക്ഷനുണ്ട്. അതുകൂടാതെ തന്നെ ഒരു 100-150 രൂപയുടെ പെട്രോൾ അടിക്കാത്ത, അല്ലെങ്കിൽ 200-300 രൂപയുടെ പെട്രോൾ ഡെയിലി അടിക്കാത്ത ആൾക്കാർ കാണില്ല. അതും 3,000-4,000 രൂപ അല്ലെങ്കിൽ 5,000 അതിന് മുകളിൽ നമുക്ക് മന്ത്ലി സേവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൂടെ ഇപ്പോൾ 1,000 രൂപ ഇലക്ട്രിസിറ്റി മന്ത്ലി വരുന്നത് കൂടാതെ 1,000 രൂപ ഗ്യാസിൻ്റെത്, അത് കഴിഞ്ഞാൽ ഒരു 3,000-4,000 രൂപ നമ്മുടെ വെഹിക്കിൾ ഫ്യൂലും എല്ലാം കൂടെ നമുക്ക് സോളാറിലോട്ട് കൺവെർട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ലാഭകരമായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് 3 എന്നുള്ളത് ചിലപ്പോൾ ഒരു 4 കിലോ വാട്ട് 5 കിലോ വാട്ടിലോട്ട് സ്വിച്ച് ചെയ്താലും അവർക്ക് മന്ത്ലി ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്ന തുകയിൽ തന്നെ നമുക്ക് EMI ഓപ്ഷനുണ്ട്. അതായത് 6% താഴെ 5.25% ഇന്ത്യയിലുള്ള എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളുമായിട്ട് നമ്മൾ ടൈപ്പാണ്. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്നുള്ള പ്രധാനമന്ത്രിയുടെ സ്കീം വഴി എല്ലാവർക്കും 78,000 രൂപ വരെയുള്ള സബ്സിഡിയോടുകൂടി സോളാർ പവർ പ്ലാന്റ്, ഏറ്റവും നല്ല ക്വാളിറ്റി സാധനം, ഏറ്റവും നല്ല റിലയബിൾ ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ, ആഫ്റ്റർ സെയിൽ സർവീസ് സപ്പോർട്ട്. കേരളത്തിൽ തന്നെ നമ്പർ 1 സോളാർ എനർജി ബ്രാൻഡാണ് റെനർജി സിസ്റ്റംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പറഞ്ഞാൽ. നമ്മുടെ ഏകദേശം 29 മുകളിലുള്ള ഫ്രാഞ്ചൈസികളായി. നമ്മളിപ്പോൾ 29 ഫ്രാഞ്ചൈസി, 100 മുകളിലുള്ള ഡീലർ, നമ്പർ 1 നെറ്റ്വർക്കുള്ളൊരു സോളാർ എനർജി ബ്രാൻഡാണ്, മോസ്റ്റ് ട്രസ്റ്റഡ് സോളാർ എനർജി ബ്രാൻഡാണ് റെനർജി. സർ, ഇപ്പം നമ്മളെ കേരളത്തിൽ ഒരുപാട് സോളാർ എനർജി കമ്പനീസ് ഉണ്ട്. അതിൽ നമ്മൾ ഒരു സാധാരണക്കാരന് എന്തുകൊണ്ട് റെനർജി ചൂസ് ചെയ്യണം? ഇത് വളരെ ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പല ആൾക്കാർ ഇപ്പം ഒരു സാധാരണക്കാരൻ ഒരു സോളാർ വെക്കണമെന്നൊരു ആഗ്രഹത്തോടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഏകദേശം 1,400 മുകളിൽ സോളാർ ചെയ്യുന്ന രജിസ്റ്റേർഡ് EPCകളുണ്ട്. അവരിപ്പോൾ ഒരു എൻക്വയറി നടക്കുമ്പോൾ തന്നെ 100 കണക്കിന് കമ്പനികളായിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം കസ്റ്റമറിന് പല വിലയ്ക്ക് ഇപ്പം 3 കിലോ വാട്ട് സിസ്റ്റം 2 ലക്ഷം തൊട്ട് 2.5 ലക്ഷം രൂപ വരെ, അല്ലെങ്കിൽ അതിന് താഴ്ത്തിയും ചെയ്യുന്ന ഒരുപാട് കമ്പനികളാണ്. അപ്പം ഇത് നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡിനോടൊപ്പം തന്നെ ചെയ്യുന്ന കമ്പനിയുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. എന്ന് വെച്ചാൽ നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയാണ് സോളാർ പവർ പ്ലാന്റ് വയ്ക്കുന്നത്. അതുകൂടാതെ ലോങ് ടൈം വാറണ്ടിയാണ്, 25-30 വർഷം പാനൽസിന് വാറണ്ടി ഉണ്ട്. അപ്പോൾ റെനർജിയിൽ എന്തുകൊണ്ട് ചൂസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ നമ്മുടെ ഒരു വാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. മീൻസ് ഞാൻ ഏകദേശം 26 വർഷമായിട്ട് സർവീസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. ഞാൻ 99-ലാണ് എൻ്റെ കരിയർ തുടങ്ങുന്നത്. ഏകദേശം 2011 തൊട്ട് നമ്മൾ സോളാർ ചെയ്യുന്നുണ്ട്. ഏകദേശം 15-16 വർഷമായി. 15 വർഷം കഴിഞ്ഞു. ഇപ്പോൾ നെക്സ്റ്റ് 16 ഇയറിലോട്ട് കയറുവാണ് നമ്മൾ സോളാർ എനർജിയിലോട്ട് വന്നിട്ട്. ചെയ്തു കൊടുത്ത എല്ലാ കസ്റ്റമേഴ്സിനും നല്ല ഏകദേശം 99.99% കസ്റ്റമറും സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം നമ്മൾ 8,000 മുകളിൽ പ്രോജക്ട്സ് ഓൾറെഡി വി ഹാവ് ഡൺ. ദെൻ ഒരു 20 മെഗാവാട്ടോളം പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 100% സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു അതിശയോക്തി പോലെ ആയിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് പല കസ്റ്റമർ നമ്മൾ എന്ത് കൊടുത്താലും തൃപ്തരില്ലാത്ത കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അവരെ ഇതിൽ എത്രത്തോളം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. പക്ഷേ റെനർജിയുടെ ഒരു ഫോൾട്ട് കൊണ്ട് നമ്മൾ സർവീസ് കൊടുക്കാതിരിക്കില്ല. ഞാൻ എല്ലാവരോടും പറയുന്നത് റെനർജിനെ എന്ത് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ആഫ്റ്റർ സെയിൽ സർവീസ് സപ്പോർട്ടുമാണ്. അപ്പോൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഇത്രയും
ലോങ് ടൈം വാറണ്ടിയോടെ ചെയ്യുമ്പോൾ നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള സോളാർ EPCനെ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് മാനുഫാക്ചറിൻ്റെ നിന്ന് ഡയറക്റ്റ് വാറണ്ടി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ ചെയ്യുന്ന സോളാർ EPC ആയിരിക്കും നിങ്ങൾക്ക് വാറണ്ടി ഇനിഷ്യലി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നായി.